ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. പ്രാഥമിക അന്വേഷണത്തിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബ് ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് കേസ്. തട്ടിപ്പുൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വല്ലാതെ വലച്ചിരിക്കുകയായിരുന്നു ഈ ചോദ്യപേപ്പർ ചോർച്ച. ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു എന്ന വിവരങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് പ്രധാനമായും അന്വേഷണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, കഴിഞ്ഞ 3 ദിവസമായി ക്രൈംബ്രാഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന നടത്തിവരികയായിരുന്നു. ആദ്യം തന്നെ പരാതിക്കാരായ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AEO DO അടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. ഇതിനുശേഷം പിന്നീട് 2 തരത്തിൽ എയ്ഡഡ് സ്കൂളിലെ ഈ ഷുഹൈബ് അടക്കമുള്ള MS സൊല്യൂഷൻസ് അടക്കമുള്ള ആളുകളെ സഹായിച്ചു എന്ന് സംശയം ഉയർന്നിരുന്ന എയ്ഡഡ് കോളേജിലെ ചില അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തു. ഒപ്പം നേരത്തെ ഈ ഓണപരീക്ഷയ്ക്കും MS സൊല്യൂഷൻസ് ചോദ്യപേപ്പർ ചോർത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. അന്ന് പരാതി നൽകിയ ചില സ്കൂൾ അധികൃതരുണ്ട്, അവരിൽ നിന്നും മൊഴിയെടുക്കുകയും ചെയ്തു. എന്തായാലും വിദഗ്ധരോടക്കം ആശയവിനിമയം നടത്തിയപ്പോൾ ഈ MS സൊല്യൂഷൻസിൻ്റെ YouTube പേജിൽ വന്ന പ്രഡിക്ഷൻസ് എന്ന പേരിൽ വന്ന ചോദ്യങ്ങളും പിറ്റേ ദിവസത്തെ ഇംഗ്ലീഷും കണക്കും പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളും ഒരേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ തന്നെയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ചോർത്തൽ നടന്നതായി ഒരു സ്ഥിരീകരണം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് FIR ഇട്ടിരിക്കുന്നത്. തട്ടിപ്പുൾപ്പെടെ 7 വകുപ്പുകളാണ് ഈ FIR ചേർത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ ചോർത്തൽ നടന്നു, ഈ ഷുഹൈബാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി തുടർ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് പോകും. ആദ്യ ഘട്ടമായി തന്നെ ഇനി നോട്ടീസ് നൽകി ഈ ഷുഹൈബ് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുക എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുള്ളത്. പ്രത്യേകിച്ചും ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകരുണ്ട്, ഇതുമായി സഹകരിക്കുന്ന മറ്റാളുകളുണ്ട്, അവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം ഇതിനു മുമ്പും ചില ചോദ്യപേപ്പർ ചോർച്ചകൾ നടന്നു എന്ന വിവരവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും ക്രൈംബ്രാഞ്ച് ലഭിച്ചിട്ടുണ്ട്. ചില സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ അധ്യാപകർ, അവർ ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ഇപ്പോഴും പരിശീലനം നൽകുന്നു, അല്ലെങ്കിൽ അവർ ദീർഘകാലം അവധിയിൽ പ്രവേശിച്ചിട്ട് ഈ സ്വകാര്യ സംരംഭകരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം അടക്കമുള്ള സ്ഥാപനങ്ങൾക്കെതിരെയും അന്വേഷണം നീങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത്തരം നിലപാടിലേക്കാണ് ക്രൈംബ്രാഞ്ച് നീങ്ങുന്നത്. വൈകാതെ തന്നെ ഈ ഷുഹൈബ് അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. ഭവ്യ, MS അനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.